എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ പത്രസമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഹോസ്ദുർഗ് താലൂക്ക് യൂണിയൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ കോടോത്ത്, അതുപോലെ യൂണിയൻ സെക്രട്ടറി ജയപ്രകാശ്, ഈ സമ്മേളനത്തിൻ്റെ കൺവീനർ ബാലമാഷ്, അതുപോലെ ഈ സമ്മേളനത്തിൻ്റെ പ്രോഗ്രാം കമ്മിറ്റിൻ്റെ ചെയർമാൻ രവീന്ദ്രൻ, നമ്മളെ ഹോസ്ദുർഗ് താലൂക്കിൻ്റെ ഭരണസമിതി അംഗം രാജൻ നായർ, മറ്റ് പത്ര പ്രതിനിധികളെ എല്ലാവർക്കും നമസ്കാരം. ഹോസ്ദുർഗ് താലൂക്ക് നിലവിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ വെള്ളരിക്കുണ്ട് മേഖല സമ്മേളനത്തെക്കുറിച്ചിട്ട് ആലോചിക്കുന്നതും ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് 98 എടത്തോട് വെച്ചൊരു സമ്മേളനം നടന്നതിന് ശേഷം നമ്മുടെ നായർ സർവീസ് സൊസൈറ്റിയുടെ ഒരു സമ്മേളനം ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട്. അത് നമ്മൾ പ്ലാച്ചിക്കര AIP സ്കൂളിൽ വെച്ചിട്ട് NSSൻ്റെ സ്കൂളാണ്, ആ സ്കൂളിൽ വെച്ച് നടത്തണം എന്ന് നമ്മുടെ ഹോസ്ദുർഗ് താലൂക്കിൻ്റെ ഭരണസമിതി അംഗങ്ങളും യോഗം തീരുമാനിച്ചതിൻ്റെ പ്രകാരം ഇപ്രാവശ്യം ഈ മഹാസമ്മേളനം പ്ലാച്ചിക്കര AIP സ്കൂളിൽ വെച്ച് നടത്തുവാൻ തീരുമാനമുണ്ടായി. അതുപ്രകാരം അതിൻ്റെ പ്രവർത്തനമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ എല്ലാവിധ സഹകരണങ്ങളും പത്ര മാധ്യമ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ഉണ്ടാവണം. ഈ സമ്മേളനത്തിൻ്റെ വിശദീകരണം ഒന്നുകൂടി വിസ്തരിച്ച് പറയുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ഹോസ്ദുർഗ് താലൂക്കിൻ്റെ യൂണിയൻ വൈസ് പ്രസിഡന്റ് കരുത്തനായ സാരഥിയെ അതിനൊന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി. പ്രിയപ്പെട്ട പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളെ, എൻ്റെ സഹപ്രവർത്തകരായ യൂണിയൻ്റെ ഭരണസമിതി അംഗങ്ങളെ, നമ്മൾ ഹോസ്ദുർഗ് താലൂക്ക് NSS യൂണിയൻ്റെ കീഴിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ എല്ലാ മേഖലാ അടിസ്ഥാനത്തിൽ നമ്മൾ താലൂക്ക് യൂണിയൻ്റെ സമ്മേളനങ്ങൾ നടത്തി വരാറുണ്ട്. അപ്പോൾ നമ്മൾ കാഞ്ഞങ്ങാട് മേഖല വളരെ വിപുലമായ രീതിയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടത്തി. അതിനുശേഷം നമ്മൾ നീലേശ്വരം മേഖലാ സമ്മേളനവും അതിനുശേഷം പെരിയ മേഖലാ സമ്മേളനവും വൻ ജനപങ്കാളിത്തത്തോടു കൂടിയിട്ട് നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചു. അതിന് അനുബന്ധമായിട്ട് തന്നെ നമ്മൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഈ വെള്ളരിക്കുണ്ട് മേഖലയിലുള്ള കിഴക്കൻ മേഖലയിലുള്ള സമുദായങ്ങളുടെ ഒരു യോഗം വിളിച്ചു ചേർക്കണം, ഒരു സമ്മേളനം വിളിച്ചു ചേർക്കണം നമ്മൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ കോവിഡും അതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് കുറച്ചു കാലം നീണ്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വെള്ളരിക്കുണ്ട് മേഖല എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ പ്ലാച്ചിക്കര NSS AUP സ്കൂൾ എന്ന സ്ഥാപനം NSSൻ്റെതായിട്ട് ഒരു സ്ഥാപനം ഇവിടെയുണ്ട്. അപ്പോൾ അവിടെയുള്ള കുറേ കാര്യങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സമുദായത്തിലെ അംഗങ്ങളെയും നാട്ടുകാരെയും എല്ലാം ഒന്ന് ബോധ്യപ്പെടുത്താനുള്ളൊരു ശ്രമവും കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. തീർത്തും അൺഎക്കണോമിക് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു. അതിപ്പോൾ ഈ നമ്മൾ വളരെ താലൂക്ക് യൂണിയൻ്റെ ഭരണസമിതിയുടെ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമുക്ക് ആ സ്കൂളിനെ നന്നാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഭൗതികമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മളവിടെ ഇതാക്കിയിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഏതൊരു പൊതുവിദ്യാലയത്തോടും കടപിടിക്കത്തക്ക രീതിയിലേക്കുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സമുദായാംഗങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടി ഇത് നമ്മൾ ചെയ്യുന്ന ഈ മേഖലയിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ സമുദായങ്ങളുടെ ഇടയിലേക്ക് പൂർണ്ണമായിട്ട് എത്തുന്നില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്കുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വെള്ളരിക്കുണ്ടൊരു മേഖലാ സമ്മേളനം നടത്തണമെന്ന് തീരുമാനിച്ചതും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വരുന്ന ഡിസംബർ 8-ാം തീയതി മറ്റന്നാൾ വളരെ വിപുലമായ രീതിയിൽ ഈ മേഖലയിലുള്ള 16 കരയോഗങ്ങളുടെ സഹകരണത്തോടു കൂടിയിട്ട് വെള്ളരിക്കുണ്ട് മേഖല എന്ന് പറയുമ്പോൾ ഹോസ്ദുർഗ് താലൂക്ക് NSS യൂണിയനിൽ 16 കരയോഗങ്ങളാണുള്ളത്. ഈ 16 കരയോഗത്തിലെ മുഴുവൻ സമുദായ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ ആയിട്ടുള്ളൊരു യോഗമാണ് അവിടെ. വളരെ വിപുലമായ യോഗമാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആ യോഗത്തിലേക്ക് എല്ലാ പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളെയും